ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയെ പറ്റി ബാലനും ഗോമതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലേട്ട, ദേവിയുടെ അവസ്ഥ കണ്ടില്ലേ? എപ്പോഴും ചടഞ്ഞുകൂടി ആ റൂമിൽ തന്നെ ഇരിക്കും. ഇന്ന് ഒന്ന് ചിരിച്ചു കണ്ടത് മീനു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന സന്തോഷത്തിൽ. പക്ഷേ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ആനന്ദിൻ്റെയും ദേവിയുടെയും ജീവിതം എന്തായി തീരും ബാലേട്ട എന്ന് പറയാണ് കേട്ടോ. ഞാനും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ. ആനന്ദിന് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ട്രിപ്പിൽ വന്നതിന് ശേഷം ആനന്ദ് പഴയ ആനന്ദ് ആകുന്നുണ്ട്. പക്ഷേ ദേവിയോടുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം ഉണ്ട് ബാലേട്ട എന്ന് ഗോമതി പറയാണ് കേട്ടോ. എല്ലാം നമുക്ക് ശരിയാക്കാം. ദേവിമോള് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കാര്യത്തിൽ തന്നെ എപ്പോഴും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്. ഞാൻ ദേവിമോളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, താല്പര്യമുണ്ടെങ്കിൽ കടയിൽ വന്നിരിക്കട്ടെ എന്ന് പറയണം കേട്ടോ. അപ്പം ഗോമതി പറയും, മീനു ഇന്ന് അവളോട് അതിനെപ്പറ്റി സംസാരിച്ചതാ, പക്ഷേ ഈ വീട്ടിലിരിക്കുന്നതാ അവൾക്ക് താല്പര്യമെന്നാ ദേവി പറയുന്നത്. പക്ഷെ ബാലേട്ടൻ അതിനെപ്പറ്റി സംസാരിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് ഗോമതി പറയണം കേട്ടോ. താൻ ടെൻഷൻ അടിക്കണ്ട, താൻ കിടന്നോ. ദേവി മോളോട് ഇക്കാര്യം സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആനന്ദിൻ്റെ ദേവിയുടെ ജീവിതം അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അവർ പഴയപടി സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ കൺമുന്നിൽ ജീവിക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് ബാലൻ പറയുവാണേ. അങ്ങനെ ബാലൻ കൊടുത്ത ഉറപ്പിന്മേൽ സമാധാനത്തോടെ നമ്മുടെ ഗോമതിയും കിടക്കാണ് കേട്ടോ. ഇതേ സമയം കൃഷ്ണമംഗലത്ത് അച്യുതനും അലോകും അടിയും കൊണ്ട് ആകെ ദേഹം മുഴുവനും വേദനിച്ച് റൂമിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുക. അപ്പൊ തൊട്ടടുത്ത് തന്നെ രാജശ്രീയും വേദനയോടുകൂടി നിൽക്കുകയാണ്. എന്നാലും എൻ്റെ അച്ചുവേട്ടന് ആ ബാലനിട്ടും മക്കളോടും രണ്ടെണ്ണം പറയരുതായിരുന്നോ? അതുമാത്രമല്ല, രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണ്ടായിരുന്നോ? ഇത് അവർ തന്നെ എല്ലാ അടിയും കൊണ്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കുവാണോ എന്ന് ചോദിക്കുക. എൻ്റെ രാജശ്രീ, നീ കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത്. ആ ബാലൻ്റെ മക്കളുടെയും കൈക്കരുത്ത് ഞാനൊന്ന് ചെറുതായിട്ട് പതറിപ്പോയതുകൊണ്ട് അല്ല, ഇങ്ങനൊരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളുടെ അഹങ്കാരം ഇന്നത്തോടുകൂടി തീരുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അപ്പം വേണ്ടേ അവരവളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് മില്ലിലേക്ക് കെട്ടിയെടുത്തിരിക്കുന്നു. അത് പെട്ടെന്നുള്ള അറ്റാക്ക് ആയതുകൊണ്ടാണ് എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നത് എന്ന് പറയണം കേട്ടോ. അപ്പം അലോക്, അയ്യോ മോനെ, നിന്നെ അവർ തല്ലിയല്ലേടാ. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് നമ്മൾ ആ ദേവമംഗലത്തുകാരുടെ മുന്നിൽ ഇങ്ങനെ തോറ്റ് ജീവിക്കുന്നത്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്ചുവേട്ടാ. ഓരോ തവണയും അവർ നമ്മുടെ മുന്നിൽ വീണ്ടും ജയിക്കുക എന്ന് പറയാം. എൻ്റെ രാജശ്രീ, അവർക്കിട്ട് ഞാൻ എടുപ്പത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് അവസരങ്ങൾ വരുമല്ലോ. ഇങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. ആ അനുവില്ലേ, അവൾ വഴി നമ്മൾ അവർക്കിട്ട് തിരിച്ചടി കൊടുക്കണം. അവരുടെയൊക്കെ പുന്നാര പെങ്ങളാണല്ലോ ആ അനുശ്രീ. ആരിനും ആകാശം താഴത്തും തലയിലും വെക്കാതെ അനിയത്തെ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ബാലൻ്റെയും ആ ഗോമതിയുടെയും ഒക്കെ ജീവൻ അവരെല്ലാം എതിർത്ത് ഈ കൃഷ്ണമംഗലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവമംഗലത്തുള്ള ഒരെണ്ണത്തിൻ്റെ പോലും പത്തി ഉയരുകയല്ല. പിന്നീട് അവർ നാണം കെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും. അവരുടെ പുന്നാരമോള് അവരോട് ചെയ്ത ചതി ഓർത്ത് എന്ന് രാജശ്രീ പറയാണ്. അപ്പം അലോകും പറയും, എന്ത് കളി കളിച്ചിട്ടാണെങ്കിലും അവളെ ഞാൻ എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരും അമ്മേ. അവള് ഈ കൃഷ്ണമംഗലത്ത് അലോകിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി. അത് ഞാൻ എന്നോ തീരുമാനിച്ചതാ. ഇപ്പോൾ അവൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്, ഒരു താല്പര്യവും ഇല്ല. പക്ഷെ എത്ര നെറുകെട്ട കളി കളിച്ചും ഞാൻ അവളെ എൻ്റെ വഴിക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അവളുടെ വീക്ക്നെസ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്യുതൻ പറയും, സൂക്ഷിച്ച് കളിക്കണം മോനെ. ദേവമംഗലത്തുകാരെ നമ്മൾ അങ്ങനെ വില കുറച്ച് കാണരുത്. എല്ലാത്തിനും കാഞ്ഞ ബുദ്ധിയാ. അതുകൊണ്ട് ആ അനുസരിയുടെ ചുറ്റും എപ്പോഴും അവരുടെ കണ്ണും ഉണ്ടാകും എന്ന് പറയാണ്. അവരെ എത്രയൊക്കെ സൂക്ഷിച്ച് അവളെ കൊണ്ടു നടന്നാലും ആ വലയൊക്കെ ഭേദിച്ച് അവൾ എൻ്റെ കൂടെ തന്നെ ഇറങ്ങി വരും. അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഇത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും തരുന്ന വാക്കാ എന്ന് അലോക് പറയാം. ഇത് കേൾക്കുമ്പോൾ രാജശ്രീക്ക് സന്തോഷമാവാണ് കേട്ടോ. അത് വേണം മോനെ, എങ്ങനെയും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എങ്കിലേ ആ ദേവമംഗലത്തുകാരുടെ മുന്നിൽ നമ്മൾ ജയിക്കുള്ളൂ. എൻ്റെ മോനെ തല്ലി ചതിച്ചാൽ അവർക്ക് കൊടുക്കാൻ പറ്റാവുന്നതിൽ ഏറ്റവും വലിയ പ്രതികാരം ഇത് തന്നെയാ എന്ന് രാജശ്രീയും പറയാണ് കേട്ടോ. ഇതേസമയം ദേവമംഗലത്ത് നമ്മുടെ മിത്രയും മറ്റു ചില പ്ലാനുകളിലാണ്. എങ്ങനെയും ട്രാവൽ ഏജൻസി തുടങ്ങണം, അതിനുവേണ്ടി തൻ്റെ ആരിനെ സഹായിക്കണം, അതിനെന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് മിത്ര നിൽക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ആരോടും പറയാതെ ലോൺ കിട്ടുമോ എന്ന് അറിയാനായിട്ട് അവൾ ബാങ്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബാങ്കിൽ ചെന്ന ലോണിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പം അങ്ങനെ വെറുതെ ലോൺ കൊടുക്കില്ല എന്നും അതിന് ഈടായിട്ട് വസ്തുക്കളോ സ്വർണമോ അങ്ങനെ എന്തെങ്കിലും നൽകണമെന്നൊക്കെ പറയാം. ഇത് കേൾക്കുന്ന മിത്രയ്ക്ക് ഒരുപാട് സങ്കടമാവുകയാണ്. കേൾക്കുന്ന മിത്രയ്ക്ക് ഒരുപാട് സങ്കടമാവുകയാണ്. തൻ്റെ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുക എന്നുള്ളത് അതും നടക്കാൻ പോകുന്നില്ലല്ലോ എന്നോർത്ത്. കാരണം തൻ്റെ കയ്യിൽ വസ്തുവോ
സ്വർണമോ ഒന്നും തന്നെ ഈട് കൊടുക്കാനില്ല എന്നുള്ള സങ്കടത്തിൽ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ആ വഴി വരുന്ന ആര്യൻ മിത്രയെ കാണുന്നത്. അപ്പം മിത്രയെ കാണുമ്പോൾ ആര്യൻ വേഗം വണ്ടി നിർത്തൂട്ടോ. താനിത് എവിടെ പോയതാടോ എന്ന് മിത്രയോട് ചോദിക്കും. അത് പിന്നെ ആര്യ, സത്യം പറ, താനെന്തിനാ ഈ ബാങ്കിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന് ആര്യൻ ചോദിക്കുക. അത് ട്രാവൽ ഏജൻസി തുടങ്ങാൻ 10 ലക്ഷം രൂപ വേണമെന്ന് ആര്യനല്ലേ പറഞ്ഞത്. അത് കിട്ടാനായിട്ട് ലോൺ വല്ലതും ശരിയാകുമെന്ന് അറിയാൻ വന്നതാ എന്ന് പറയൂട്ടോ. തന്നോട് ഞാൻ പറഞ്ഞോ എന്നെ സഹായിക്കണമെന്ന്? എനിക്ക് പൈസക്ക് വേണ്ടി ലോൺ എടുത്ത് തരണമെന്ന് ഞാൻ പറഞ്ഞോടോ എന്ന് ചോദിക്കുമോ. ആര്യൻ എന്നോട് പറഞ്ഞില്ല. പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ അതെൻ്റെ കടമയല്ലേ. എനിക്ക് വേണ്ടി ആര്യൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഇപ്പം പോലും എനിക്ക് വേണ്ടിയല്ലേ പലരുടെയും കയ്യിൽ നിന്നും കടം വാങ്ങിയത്. ആ ആര്യന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുക. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല ആര്യ. ഇത്രയും വലിയ തുകയൊന്നും ലോൺ തരില്ല ബാങ്ക്. അല്ലെങ്കിൽ ഈടായിട്ട് എന്തെങ്കിലും നൽകണം എന്ന് പറയാം. എടോ, ഇതൊന്നും താൻ കൂട്ടിയാൽ നടക്കുന്ന കാര്യങ്ങളല്ല. താനത് വിട്. ട്രാവൽ ഏജൻസി തുടങ്ങാനുള്ള വഴിയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം. ദേ, തനിക്ക് എക്സാമിനുള്ള സമയം അടുത്തിരിക്കുക. നന്നായിട്ടിരുന്ന് പഠിക്കാൻ നോക്ക്. ഈ സമയം താൻ പഠിത്തത്തിൽ മാത്രമേ ശ്രദ്ധ കൊടുക്കാവുള്ളൂ. സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞാലേ അത്ര നിസ്സാര കാര്യമല്ലെന്ന് തനിക്കറിയാലോ. തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതെന്ന് താൻ എപ്പോഴും പറയാറില്ലേ. അത് നേടിയെടുക്കണ്ടേ തനിക്ക് എന്ന് ചോദിക്കാം. അപ്പം ആര്യനോട് മിത്ര പറയും, അത് എൻ്റെ സ്വപ്നമാണ്. ആര്യൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒപ്പം കൂടെ നിൽക്കുമ്പം ആര്യൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം ഞാനും നിൽക്കണ്ടേ എന്ന് ചോദിക്കാം. അപ്പം തനിക്ക് തുണയായിട്ട് തൻ്റെ ഓരോ പ്രതിസന്ധിയിലും താങ്ങായി നിൽക്കുന്ന മിത്രയോട് ആര്യന് ഒരുപാട് സ്നേഹം തോന്നുവാണ് കേട്ടോ. ആര്യൻ മിത്രയോട് പറയും, താനിപ്പം വണ്ടിയിൽ കയറ, ഇനിയിപ്പം തനിച്ച് പോകണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയാൻ കേട്ടോ. വേണ്ട ആര്യ, ആര്യൻ ജോലിയിലല്ലേ, ഞാൻ പൊക്കോളാം എന്ന് മിത്ര പറയും കേട്ടോ. അതൊന്നും വേണ്ട, ഈ വെയിലും കൊണ്ട് ഇനി പോകണ്ട എന്ന് പറഞ്ഞ് ആര്യൻ മിത്രയെ വീട്ടിലേക്ക് ആക്കാനായിട്ട് വണ്ടിയിൽ കയറ്റുവാണ് കേട്ടോ. അങ്ങനെ മിത്രയും ആര്യനും സന്തോഷത്തോടു കൂടി ദേവമംഗലത്തേക്ക് പോവുകയാണേ. ഇതേ സമയം ബാലനും ആകെ സന്തോഷത്തിലാണ്. കടയിൽ ബ്രോക്കറുടെ കോള് വരിക. നമ്മുടെ അനുശ്രീയെ പെണ്ണ് കാണാനായിട്ട് ഈ ഞായറാഴ്ച തന്നെ ചെറുക്കനും കൂട്ടരും എത്തുന്നുണ്ടെന്നുള്ള കാര്യം അറിയിക്കാനായിട്ട്. അപ്പം ബാലൻ്റെ സന്തോഷമൊക്കെ കാണുമ്പോൾ രാമേട്ടനും ധർമ്മനും അടുത്തേക്ക് ചെന്ന് ചോദിക്കും, എന്താ ബാല, നീ വളരെ സന്തോഷത്തിലാണല്ലോ. നിന്റെ ഈ ചിരി കണ്ടിട്ട് എത്ര നാളായിടാ എന്ന് രാമേട്ടൻ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പറയും, രാമേട്ട, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ അനുശ്രീക്ക് വേണ്ടി ഒരു കല്യാണാലോചന നോക്കിയില്ലായിരുന്നോ? ആ കൂട്ടര് ഈ ഞായറാഴ്ച അവളെ പെണ്ണ് കാണാൻ വരുന്നുണ്ടത്രേ. എനിക്ക് ഇഷ്ടപ്പെട്ട ബന്ധവാ, നല്ല കൂട്ടരാ, ഞാൻ അവരെ പറ്റി അന്വേഷിച്ചു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം ധർമ്മന് സന്തോഷമാവുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആകാശന് മാത്രം അത്ര താല്പര്യമൊന്നും തോന്നുന്നില്ല. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും അനുവിനെ ഇപ്പം എടിപിടിയെന്ന് കല്യാണം കഴിച്ചു അയക്കുന്നതിൽ നമ്മുടെ ആകാശനും ആര്യനും ഒട്ടും താല്പര്യമില്ല കേട്ടോ. പക്ഷേ അച്ഛൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആകാശ് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം നീ എല്ലാം തീരുമാനിച്ചിട്ടാണോ ബാല മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുക. ഇനി എന്ത് തീരുമാനിക്കാനാ രാമേട്ട, ഈ ചെറുക്കനും കൂട്ടർക്കും അനുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കല്യാണം എത്രയും വേഗം ഞാൻ നടത്തും. അവളുടെ പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയാം. അത് കേൾക്കുമ്പം പെട്ടെന്ന് ധർമ്മം ചോദിക്കും, അളിയ, ഇത്ര തിടുക്കപ്പെട്ടൊരു കല്യാണം നടത്തണോ? വേണം, അവളുടെ കല്യാണം എത്രയും വേഗം നടത്തേണ്ടതേ എൻ്റെ ആവശ്യം എന്ന് പറയാം. നിനക്കത് എന്തു പറ്റി എന്ന് രാമേട്ടനും ചോദിക്കുക. ഏയ് ഒന്നുമില്ല, അവൾക്ക് ഇപ്പം തന്നെ 10-22 വയസ്സായില്ലേ രാമേട്ട, ഇനിയും വൈകിപ്പിക്കുന്നത് എന്തിനാ അത് എന്ന് ഞാൻ കരുതി എന്ന് ബാലനപ്പം പറയാൻ കേട്ടോ. അങ്ങനെ അനുമോളുടെ കല്യാണം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നമ്മുടെ ബാലനും തീരുമാനിച്ചിരിക്കുകയാണ്. വീട്ടിൽ പോയി ഈ കാര്യം ഗോമതിയും മക്കളോടും എല്ലാം പറയണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരുക്കങ്ങളെല്ലാം ചെയ്യണം എന്ന് തന്നെ ബാലൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും